ഇനി വാഹനത്തിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിങ്ങൾ ഒരു കാരണവശാലും ശീലിക്കരുത്. ദീർഘകാലങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന പലർക്കും തന്നെ ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ള ശരിയായ രീതി പലർക്കും അറിയില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളിൽ വാഹനം ഉപയോഗിക്കുന്ന പലർക്കും തന്നെ എങ്ങനെയാണ് വണ്ടിയിൽ ശരിയായ രീതിയിൽ ഹാൻഡ് ബ്രേക്ക് ഇടേണ്ടതെന്ന് പലർക്കും തന്നെ അറിയത്തില്ല. ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ പലരും തന്നെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എങ്ങനെ ഇടണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വാഹനം ഉപയോഗിക്കുന്നവർ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഹാൻഡ് ബ്രേക്ക് എന്നും അതിന്റെ മെക്കാനിസം എന്താണെന്നും കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമന്റ്സുകളും കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഒപ്പം തന്നെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്താണ് ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ എന്താണ് ഫുഡ് ബ്രേക്ക്, ഇതിന്റെ വർക്കിംഗ് മെത്തേഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് പ്യുവർലി ഒരു മെക്കാനിക്കൽ സംവിധാനമാണ്. നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെ വാഹനത്തിന്റെ ബാക്കിലെ 2 ടയറും ലോക്ക് ആകുന്ന സാഹചര്യമാണ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ ഫുഡ് ബ്രേക്ക് ചവിട്ടുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ 4 ടയറും ബ്രേക്ക് സംവിധാനത്തിലേക്ക് വർക്ക് ആകുകയാണ്. അതായത് ഒരു ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സംവിധാനം ഓയിൽ ഉപയോഗിച്ചാണ് ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കും ബാക്ക് സൈഡിലായിട്ട് ഡ്രം ബ്രേക്കുമാണ് വാഹനത്തിന് ഉള്ളത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിന്റെ പ്രവർത്തനം ഇതാണ്. നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൽ ചക്രത്തോടൊപ്പം കറങ്ങുന്ന ഒരു ഇരുമ്പ് ഡിസ്ക് ഉണ്ട്. നമ്മൾ ബ്രേക്ക് പെഡൽ ചവിട്ടുമ്പോൾ കാലിപ്പർ ഭാഗം ബ്രേക്ക് പാഡുകളെ ഡിസ്കിന്റെ ഇരുവശങ്ങളിൽ നിന്ന് ശക്തമായി അമർത്തുന്നു. ഈ ഘർഷണം ഡിസ്കിന്റെ കറക്കം കുറയ്ക്കുകയും അതുവഴി ചക്രം നിൽക്കുകയും ചെയ്യുന്നു. ബാക്കിലെ ഡ്രം ബ്രേക്കിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, ബാക്കിലെ ഡ്രം ബ്രേക്കിൽ ഉള്ളിൽ പൊള്ളയായ ഒരു ഡ്രം ഉണ്ട്. നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് വീൽ സിലിണ്ടർ പ്രവർത്തിക്കുന്നു. ഈ സിലിണ്ടർ ബ്രേക്ക് ഷൂസുകളെ പുറത്തേക്ക് തള്ളി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡ്രമ്മിന്റെ ഉൾവശത്ത് ശക്തമായി അമർത്തുന്നു. ഈ ഉരസൽ അല്ലെങ്കിൽ കർഷണം ഡ്രമ്മിന്റെ കറക്കം തടയുകയും അതുവഴി ചക്രം നിൽക്കുകയും ചെയ്യുന്നു. ഇനി ഹാൻഡ് ബ്രേക്ക് ഒരിക്കലും ഇടാൻ പാടില്ലാത്ത മെത്തേഡുകളും എങ്ങനെ ശരിയായ രീതിയിൽ ഹാൻഡ് ബ്രേക്ക് ഇടണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഇതിനൊരു 2-3 പേരുകളുണ്ട്. ഒന്ന് ഹാൻഡ് ബ്രേക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒപ്പം തന്നെ ഇതൊരു പാർക്കിംഗ് ബ്രേക്കാണ്. അതുപോലെ തന്നെ ഇതൊരു എമർജൻസി ബ്രേക്കാണ്. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ നോർമലായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രത്യേകിച്ച് നല്ല കയറ്റങ്ങളിലൊക്കെയാണ് വാഹനം കൊണ്ടിടുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഈ ഹാൻഡ് ബ്രേക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നല്ല ബലത്തിൽ, ഇത്തരത്തിൽ പരമാവധി ബലത്തിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്ന ഒരു മെത്തേഡ്. ഇങ്ങനെ വലിച്ചിട്ടതിന് ശേഷം ഇത് റിലീസ് ചെയ്യാനായിട്ട് നോക്കുമ്പം ഈ ലോക്ക് ബട്ടൺ നമ്മൾ ഞെക്കിക്കൊണ്ട് വേണം ഇത് റിലീസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേങ്കിൽ ഇത് എത്ര ഞെക്കിയിട്ട് നമ്മൾ താഴോട്ട് താഴ്ത്തിയാലും ഹാൻഡ് ബ്രേക്ക് റിലീസ് ആകില്ല. അപ്പം നമ്മൾ മുകളിലേക്ക് ഇതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ഈ ലോക്ക് ബട്ടൺ അഴിയും. അപ്പം നമ്മൾ ഇത്രയും വലിച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശക്തമായിട്ട് ഇത് മുകളിലേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ലോക്ക് ബട്ടൺ അഴിയും. അതിനുശേഷം നമ്മൾ ഇതുപോലെ താഴോട്ട് താഴ്ത്തിയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയൊന്നും വലിച്ച് ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാഹനങ്ങളിലാണെങ്കിൽ എത്ര വലിച്ചാൽ ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് ഒരു സേഫ് മെത്തേഡിൽ വർക്കാകുമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അത് സ്ഥിരം വാഹനം ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ധാരണയാണ്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് വേണം ഹാൻഡ് ബ്രേക്ക് ഇടാനായിട്ട്. അതായത് ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇടുന്ന സാഹചര്യങ്ങളിൽ ഇത് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുക. അതായത് ഒന്ന് നമ്മൾ മുകളിലേക്ക് വലിക്കുകയാണ്. ഇതുണ്ടോ, ഒരു സൗണ്ട് കേട്ടു, 2, 3, 4. ഒരു 4 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആവറേജ് നല്ല രീതിയിൽ ഹാൻഡ് ബ്രേക്ക് ലോക്ക് ആകും. അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ തന്നെ ഇതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നമുക്ക് പതിയെ വലിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് താഴോട്ട് താഴ്ത്താനായിട്ട് കഴിയും. ഇനി ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ പലരും ചെയ്യുന്ന മറ്റൊരു അബദ്ധമുണ്ട്. ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ലോക്ക് ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ചെയ്യുന്ന രീതി. ഈ മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമ്മളല്ലാതെ തന്നെ നോർമലായിട്ട് വലിച്ചാൽ ക്ലിക്ക് സൗണ്ട് കേട്ട് തന്നെ ആ ലോക്ക് ആകുന്നത് നമ്മൾ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇങ്ങനെ വലിച്ചിട്ട് മറ്റു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്ക് ആ ലോക്ക് ആകുന്നതൊന്ന് അറിയുന്നത് നല്ലതാണ്. ഇനി ഹാൻഡ് ബ്രേക്കിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മറ്റൊരു പേരാണ് പാർക്കിംഗ് ബ്രേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നു. ഇനി ഇതിന് മറ്റൊരു യൂസും കൂടെ ഉണ്ട്. എമർജൻസി ആയിട്ട് നമ്മൾ വാഹനം നിർത്തുന്ന സാഹചര്യങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിന്റെ മെയിൻ ഫുഡ് ബ്രേക്ക് നമ്മൾ ചവിട്ടുന്ന സാഹചര്യങ്ങളിൽ ഇൻ കേസ് അത് കുറയുകയോ നമുക്കത് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഫുഡ് ബ്രേക്ക് പോയാൽ ഈ രീതി ഉപയോഗിക്കാം. ബ്രേക്ക് ഫെയിലിയർ ആയാൽ പരിഭ്രമിക്കരുത്. ഗിയർ ഓരോന്നായി കുറച്ച് എഞ്ചിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കുക. ശേഷം ഹാൻഡ് ബ്രേക്ക് പതുക്കെ വലിക്കുക. ഹാൻഡ് ബ്രേക്ക് വേഗത്തിൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. ഇത് വണ്ടി നിർത്താൻ സഹായിക്കും. നമ്മൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്ക് ബട്ടൺ ഉണ്ടല്ലോ, ഈ ലോക്ക് ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് മുകളിലേക്കൊന്ന് വലിച്ചു പിടിക്കുകയും പതിയെ താഴോട്ട് താഴ്ത്തുകയും ചെയ്യും. ഇത് അടുപ്പിച്ച് നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് ബ്രേക്ക് എങ്ങനെയാണോ വർക്ക് ആകുന്നത് ആ സെയിം രീതിയിൽ വണ്ടിയുടെ ബാക്കിലെ നമുക്ക് ടയറിൻ്റെ കറക്കത്തെ ഒന്ന് കുറച്ച് വാഹനത്തിൻ്റെ വേഗത സ്ലോ ചെയ്ത് നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി അതുപോലെ ഹാൻഡ് ബ്രേക്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. വാഹനം പരമാവധി എപ്പോഴും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുക. നിരപ്പായിട്ടുള്ള പ്രതലങ്ങളിൽ തന്നെ വാഹനം പാർക്ക് ചെയ്യുക. ഇനി ചെറിയ സ്ലോപ്പിലോ ചെറിയ ഇറക്കങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഗിയറിലിട്ട് വാഹനം പാർക്ക് ചെയ്യണം. ഇപ്പം ചെറിയ കയറ്റമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് പാർക്ക് ചെയ്യുക. അത് വലിയ കയറ്റമല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ കയറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തവും ഗിയറിൻ്റെ പിടുത്തത്തിലും നിങ്ങൾക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിലും ഫസ്റ്റ് ഗിയറോ ഹാൻഡ് ബ്രേക്കോ ഇട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യുക. ഇനി ഇറക്കങ്ങളിലാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഗിയർ കൊടുക്കുക. കാരണം വണ്ടി മുന്നിലേക്ക് ഉരുണ്ടു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് റിവേഴ്സ് ഗിയറും ഹാൻഡ് ബ്രേക്കും ഇട്ട് വണ്ടി പാർക്ക് ചെയ്യുക. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മൾ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ടിട്ടാണോ അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ടാണോ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്, അതോ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടതിന് ശേഷം ഗിയറിലിട്ടാണോ പാർക്ക് ചെയ്യേണ്ടത്? ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക.